രാജ്യത്താകമാനം മണ്ണും ജലവും മലീമസമാകുമ്പോൾ ഭക്ഷ്യ ഉൽപ്പാദനവും സുരക്ഷയും അപകടത്തിലാകുമ്പോൾ വേറിട്ട പാതയിൽ കൂടി സഞ്ചരിച്ചുകൊണ്ട് സുസ്ഥിര കാർഷിക വികസനത്തിൽ രാജ്യത്തിന് മാതൃകയായി കേരളം മുന്നിൽ നിൽക്കുന്നു എന്ന കാര്യത്തിൽ വളരെയേറെ അഭിമാനമുണ്ട് സർ. എൻ്റെ ചോദ്യം, കൃഷിവകുപ്പുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ സേവനങ്ങൾ കർഷകരുടെ കൃഷിസ്ഥലങ്ങളിൽ നേരിട്ടെത്തി നടത്തി കൊടുക്കുന്നതിനും ആധുനിക സാങ്കേതിക വിദ്യാധിഷ്ഠിത കൃഷിരീതികളിൽ കർഷകർക്ക് പരിശീലനം നൽകുന്നതിനും ആവശ്യമായി എടുക്കുന്ന നടപടികൾ എന്തൊക്കെയാണെന്ന് സർ, കൃഷിയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ കർഷകർക്ക് ഡിജിറ്റലായി മൊബൈൽ ഫോൺ വഴി ലഭ്യമാക്കുന്നതിന് കതിർ എന്നൊരു ആപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ഡിമാൻഡ് ഡേയുമായി ബന്ധപ്പെട്ട് ആ ചർച്ചയ്ക്കിടയിൽ ഞാനത് പറഞ്ഞതാണ്. രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് കതിർ ആപ്പിലൂടെ കൃഷി സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കൃഷി ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭ്യമാകുവാൻ സാധ്യമാകും. കൃഷി ഉദ്യോഗസ്ഥരുടെ സേവനം ഏറ്റവും കൂടുതൽ ലഭ്യമാവേണ്ടത് കൃഷിയിടത്തിലാണ്. ഞങ്ങൾ ഈ സ്മാർട്ട് കൃഷിഭവൻ പറഞ്ഞത് നമ്മുടെ കൃഷിഭവൻ്റെ കെട്ടിടം ഗംഭീരമാകുന്നു, കുറേ കമ്പ്യൂട്ടറുകൾ വെക്കുന്നു, അതുകൊണ്ടൊന്നും സ്മാർട്ട്നെസ് ഉണ്ടാവില്ല. സ്മാർട്ടാവുക എന്ന് പറഞ്ഞാൽ സേവനം സ്മാർട്ടാവുക എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ആപ്ലിക്കേഷൻസ് എല്ലാം തയ്യാറാക്കിയിട്ടുള്ളത്. ഡിജിറ്റൽ സേവനങ്ങൾ കർഷകർക്ക് വേഗത്തിലും മുൻഗണനയിലും ലഭ്യമാക്കുന്നതിനായി ആശ്രയ എന്ന പേരിൽ കർഷക സേവന കേന്ദ്രങ്ങൾ രൂപീകരിക്കുന്നതിന് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. എയിംസിലെ രജിസ്ട്രേഷൻ, നെല്ലിൻ്റെയും പച്ചത്തേങ്ങയുടെയും കൊപ്ര സംഭരണ രജിസ്ട്രേഷൻ, സ്മാം രജിസ്ട്രേഷൻ, കതിർ പോർട്ടൽ രജിസ്ട്രേഷൻ എന്നിവയെല്ലാം ആശ്രയ കർഷക സേവന കേന്ദ്രങ്ങളിലൂടെ ലഭ്യമാകുന്നതാണ്. കൃഷിക്കൂട്ടങ്ങൾ, കൃഷിശ്രീ, അഗ്രോ സർവീസ് സെൻറ്റർ, കാർഷിക കർമ്മസേന എന്നിവയാണ് പദ്ധതിയുടെ ഭാഗമായി സേവനങ്ങൾ കർഷകർക്കായി നൽകുന്നത്. ഒരു കാര്യം കൂടി സാർ, അദ്ദേഹവും വീണ്ടും സൂചിപ്പിച്ചതുപോലെ നമ്മൾ സുസ്ഥിര കാർഷിക വികസനം എന്നുള്ളത് നമ്മുടെ ആരോഗ്യത്തെ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജൈവ കാർഷിക മിഷനും പോഷക സമൃദ്ധി മിഷനുമെല്ലാം സർക്കാർ നടപ്പിലാക്കിയത്. അതിൻ്റെ കൂടിയാണ് നേട്ടം. നമ്മുടെ എല്ലാവരുടെയും ഒരു ഇടപെടൽ ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. അത് നമ്മുടെയൊക്കെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ് എന്നുള്ളത് കൊണ്ടാണ് അതും കൂടി സൂചിപ്പിക്കുന്നത്.